അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിലിപ്സ് ഓഡിയുടെ ആമ്പിന് നമുക്കൊരു പാനൽ ചെയ്യണം. അപ്പോൾ പാനൽ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്രിലിക് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. പാനൽ കൂടുതൽ ആൾക്കാർ ഇവിടെ അക്രിലിക് പാനലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അലുമിനിയം പാനൽ അല്ലെങ്കിൽ സ്റ്റീൽ പാനലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിനും കാട്ടിയും ഒരു പേപ്പർ, ഒരു ചാർട്ട് വാങ്ങിയതിൽ വരച്ച് കൊണ്ട് കൊടുക്കുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഐഡിയ ഏറ്റവും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്ന ഒരു രീതിയിലോട്ടാണ് നമ്മുടെ ഐഡിയ എങ്ങനെയാണ് അതൊരു പേപ്പറിൽ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാലോ വരച്ച് കൊടുത്തു കഴിഞ്ഞാലോ ഒക്കെ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ റൂൾ എടുത്തിട്ട് അളവുകളെടുത്ത് അത് കൃത്യമായിട്ടും വരച്ച് മുറിച്ച് എല്ലാം സെറ്റാക്കി കൊണ്ടു കൊടുക്കും. അപ്പോൾ അവർക്ക് അത് നോക്കി അത് ജസ്റ്റ് നടന്ന് എടുത്ത് പാനൽ കട്ട് ചെയ്യാനാണെങ്കിലും അതിനകത്തുള്ള ഹോളൊക്കെ കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് സാധിക്കും. എൻ്റെ രീതി ഇങ്ങനെയാണ്. ഓരോ ആൾക്കാർ ഓരോ രീതിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് മെനക്കേടുണ്ട്. പക്ഷേ ഈ പാനൽ കട്ട് ചെയ്യുന്നവർക്ക് മെനക്കേട് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ക്യാഷ് നമുക്ക് ലാഭിക്കാനും പറ്റും. കാര്യം അവർ ഒരുപാട് സമയം മെനക്കെട്ടയിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്മാച്ചൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണ് ചാൻസ്. അപ്പോൾ ഞാൻ പൊതുവെ ചെയ്യുന്നത് ഇതുപോലുള്ള പേപ്പറിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സംഭവം 8 സെൻറ്റിയാണ് വരുന്നത്. ഈ താഴെ എന്നുള്ള അതിൻ്റെ ഒരു ബേസ് തൊട്ട് ഇതിൻ്റെ മുകളിലെ ടോപ്പ് വരെ 8 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ജിഗേഷ് ചേട്ടന് വേണ്ടി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കണമെന്നാണ് ജിഗേഷ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു 8 സെൻറ്റിയിൽ ഇനി താക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇതായിപ്പോൾ. കാര്യം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അളവ് തന്നെ കണ്ടില്ല, 6.5 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. ഇനി അതിൽ നിന്ന് താത്തി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ടോപ്പിൽ പോയിട്ട് ഈ ഒരു ഭാഗം മുട്ടി നിൽക്കും. ഈ ഒരു ഭാഗം മുട്ടി നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സത്യം പറഞ്ഞാൽ ഒന്ന് 8 സെൻറ്റിയിലോട്ടാക്കി. ഇനി ഇതിൽ നമുക്ക് താക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ജിഗേഷ് ചേട്ടൻ്റെ ചോദിച്ചതെന്ന് വെച്ചാൽ ഇനി ഇതിലോട്ട് താക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അത് എന്തായാലും സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടില്ലേ ഈ ഒരു വ്യൂ മീറ്ററിൻ്റെ വലിപ്പം കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഏകദേശം വ്യൂ മീറ്ററിൻ്റെ നമുക്ക് അളവൊന്ന് നോക്കാം. എത്രയാണ് വ്യൂ മീറ്ററിൻ്റെ അളവെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വ്യൂ മീറ്ററിൻ്റെ അളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5.5 സെൻറ്റി വ്യൂ മീറ്ററിന് തന്നെ ഉണ്ട്. 5.5 സെൻറ്റിമീറ്റർ വ്യൂ മീറ്ററിൻ്റെ ടോട്ടൽ അളവുണ്ട്. നമുക്കിതിൻ്റെ ആകെ അളവെന്ന് വെച്ചാൽ 8 സെൻറ്റിയാണ്. അപ്പം അത് പോയിട്ട് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ മീറ്ററിൻ്റെ ഫുൾ ഭാഗം നമുക്ക് പുറത്തും കാണുന്നില്ല. ഈ കാണുന്ന ഇത്രയും സ്ക്വയർ ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണുന്നത്. ബാക്കി ഇത്രയും കാണുന്ന പോർഷനൊക്കെ ഇതിനകത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാനലിൻ്റെ അളവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് നോക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത് വരത്തില്ല എന്നുള്ളതാണ്. കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിൽ അത് വരത്തില്ല. അതുപോയിട്ട് നമ്മൾ ആ ഒരു പാനലിൻ്റെ മുകളിലത്തെ സ്ക്വയർ ഇവിടെ വെളിയിലൊരു സ്ക്വയർ വരുമല്ലോ, ആ സ്ക്വയർ വഴിയാണല്ലോ പുറത്ത് കാണുന്നത്. അതൊന്ന് ഒരല്പം താന്നോ പൊങ്ങിയോ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് ഇപ്പോൾ പാനൽ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പാനൽ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അലുമിനിയം പാനലാണ്. അലുമിനിയം പാനൽ ഈ ഒരു രീതിയിലാണ് നമ്മളതിൻ്റെ മുന്നിൽ വരുന്നത്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രണ്ട് പാനലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ മീറ്റർ ഇവിടെ നിന്നൊരു 8 സെൻറ്റിമീറ്റർ നീങ്ങിയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നൊരു 8 സെൻറ്റിമീറ്റർ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാണ് വരുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നീങ്ങി തരുമ്പോൾ ഏകദേശം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വ്യൂ മീറ്ററിൻ്റെ ഫസ്റ്റ് വ്യൂ മീറ്റർ ഇങ്ങനെ ഇരിക്കും. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു 8 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ട് അടുത്ത വ്യൂ മീറ്റർ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വ്യൂ മീറ്റർ, ഇങ്ങനെ ഒരു വ്യൂ മീറ്റർ, ഇതിൻ്റെ നടുക്കൊരു ഓളയും കൺട്രോളും വരും. ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഈ ഒരു സൈഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് കൊടുക്കാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഓളയും കൺട്രോൾ ഇവിടെ വരും, 2 വ്യൂ മീറ്ററും വരും. അപ്പോൾ വ്യൂ മീറ്ററിൻ്റെ ഈ കാണുന്ന പോർഷനാണ് നമ്മൾ പുറത്തോട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 8 സെൻറ്റിമീറ്റർ അളവിൽ ഈ ഒരു എൻഡാണ് ഈ കാണുന്ന ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഈ ഒരു എൻഡ് ആണ് 8 സെൻറ്റിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, ഏകദേശം ഇങ്ങനെ വരും. ഈ എൻഡ് ടു ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഒരു സ്ക്വയർ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം 8 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഒരു സ്ക്വയർ വെട്ടിട്ട് ഇവിടെ ഒരു സ്ക്വയറായിട്ട് നമ്മുടെ ഈ ഒരു വ്യൂ മീറ്റർ നിൽക്കും. പ്ലസ് അതിൻ്റെ അകത്ത് ലൈറ്റ്, നമുക്ക് ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ പാനൽ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് വളരെ സ്പേസ് കുറവാണ്. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ സ്പേസ് കുറഞ്ഞൊരവസ്ഥയിലൂടെ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 1 സെൻറ്റിയുടെ 2 ഫ്രെയിം വരുന്നുണ്ട്, കണ്ടില്ലേ? ഈ സൈഡിലൊരു 1 സെൻറ്റിയുടെ ഫ്രെയിം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1 സെൻറ്റി കുറയുന്നുണ്ട്, ഇവിടെ ഒരു 1 സെൻറ്റി കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് 8 സെൻറ്റിക്കകത്ത് 2 സെൻറ്റിയുടെ കുറയുന്നുണ്ട്. പിന്നെ ആ കൂടെ ഉള്ളത് 6 സെൻറ്റിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഫ്രണ്ടിലത്തെ പാനൽ കാണുമ്പോൾ നമുക്ക് 8 സെൻറ്റി ഉണ്ടെങ്കിലും ഇതിനകത്ത് കിട്ടുന്ന 6 സെൻറ്റിയാണ്. ഈ ഒരു സാധനം 5.5 സെൻറ്റി വരുന്നുണ്ട്. ഓക്കെ, ഈ മൊത്തത്തിൽ ടോട്ടൽ 5.5 സെൻറ്റി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സെൻറ്റിമീറ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മളിത് കൊണ്ടു നിർത്തുമ്പോൾ വളരെ സ്പേസ് കുറവാണ്. 1 സെൻറ്റിമീറ്റർ പോലും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് ഈ ഒരു സാധനം ഇവിടെ നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അത് പോയിട്ട് ഇതിൻ്റെ പുറകിൽ വരുമ്പോൾ അതാണ് വ്യൂ മീറ്റർ, ഡ്രൈവറിൻ്റെ ഇവിടെ ഹീറ്റ് സിങ്ക് ഉണ്ട്, ഈ സൈഡിൽ വരുമ്പോൾ അവിടെ ഹീറ്റ് സിങ്ക് ഉണ്ട്. അപ്പം നമ്മളൊരു 8 സെൻറ്റിമീറ്റർ കണക്കാക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 8 സെൻറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ നിൽക്കും, കണ്ടില്ലേ? ഈ ഒരു വ്യൂ മീറ്റർ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഒരുപാട് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ മീറ്റർ പോയിട്ട് ആ ഹീറ്റ് സിങ്കിൽ മുട്ടാനും ചാൻസ് ഉണ്ട്, കണ്ടില്ല? അപ്പോൾ അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഈ അളവുകളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ടും എടുത്തിട്ട് വേണം നമ്മൾ പാനൽ കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ വെറുതെ ഒരു പാനൽ കട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ക്യാഷ് നഷ്ടമാവും, സമയം നഷ്ടം വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇത് ഞാനൊന്ന് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഇത് വരച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ടോപ്പിൽ നിന്ന് ഒരു 1.3 സെൻറ്റിമീറ്റർ എടുത്താൽ മാത്രമാണ് നമ്മുടെ വ്യൂ മീറ്റർ ഇതിനകത്ത് കറക്റ്റാണ് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വ്യൂ മീറ്റർ എടുക്കുന്ന സമയത്ത് 1.3 സെൻറ്റി ഈ ഒരു ഭാഗം നിൽക്കണം. ഈ ഒരു ഭാഗം 1.3 സെൻറ്റിമീറ്റർ നിന്നാൽ മാത്രമാണ് ഇതിനകത്ത് ഇത് കറക്റ്റായിട്ട് നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുകൾ സൈഡോ താഴ് സൈഡോ പോയി മുട്ടി നിൽക്കും നമ്മുടെ ഫ്രെയിമിൽ. ഈ ഒരു ഫ്രെയിമിൽ പോയിട്ട് വ്യൂ മീറ്റർ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1.3 സെൻറ്റി വിട്ടിട്ടാണ് ഈ ഒരു സ്ക്വയറിൻ്റെ മുകൾ സൈഡിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വരയ്ക്കാം. അതിൽ ഈ സൈഡ് വരയ്ക്കുന്നത് 8 സെൻറ്റിയാണ് നമ്മൾ ഇട്ടിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പാനൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മൾ ഏകദേശം അളവൊക്കെ എടുത്തൊന്ന് വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂ മീറ്റർ ഈ 2 സൈഡിൽ നമ്മുടെ വ്യൂ മീറ്റർ വരും, നടുക്ക് ഓളിയം കൺട്രോൾ വരും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാനൽ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാനൽ അലുമിനിയം ഷീറ്റ് വാങ്ങിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് ഇങ്ങനത്തെ ഒരു പാനൽ ഉണ്ടാക്കി അതിനെ പോളിഷ് ചെയ്ത് അത് നമ്മുടെ ആമ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓളിയം കൺട്രോൾ വരും, അതിന് ചുറ്റും ഒരു ലൈനും വരും. നമ്മുടെ ഓളിയം കൺട്രോൾ എത്ര ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ലെവലിൻ്റെ ഒരു ഇതും കൂടെ അതിനകത്ത് കൊടുക്കാനുള്ള പ്ലാനിങ്ങും കൂടെ എനിക്കുണ്ട്. അപ്പോൾ അത്രയും ആകുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഈ ഒരു വർക്ക് ഫിനിഷ് ആവും. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ പ്ലാനിങ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ പാനൽ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മുടെ പാനൽ വരുന്നത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുന്നിൽ വരും. കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു, ബൈ.